പാലത്തായി പീഡനക്കേസിലെ പ്രതിയെ പിടിച്ചിരിക്കുന്നു. കേരള പോലീസിന് ബിഗ് സല്യൂട്ട് കൊടുക്കാം, സർക്കാരിനെ അഭിനന്ദിക്കാം, ഇടപെട്ട രാഷ്ട്രീയ പാർട്ടികളെ അഭിനന്ദിക്കാം, റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ അഭിനന്ദിക്കാം. പക്ഷേ ഇതിലൊന്നും കാര്യമില്ലടോ. കാര്യമുള്ളത് ആ പ്രതിക്ക് ശിക്ഷ ലഭിക്കുമ്പോഴാണ്. അവിടെയാണ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. പോലീസ് ഇടപെടൽ നടത്തി, അത് ഇരക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് പ്രതിക്ക് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളികളെ, BJP നേതാവ് പത്മരാജനെ അറസ്റ്റ് ചെയ്തതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷത്തിന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനർത്ഥം 1 മാസമായിട്ട് അതിർത്തി കടന്നിരിക്കുന്നു എന്ന് പോലീസിന്റെ നേതൃത്വം പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതല്ല. ആ ജില്ലയിലെ, ആ മണ്ഡലത്തിലെ പോലീസ് നേതൃത്വം പറഞ്ഞ പ്രതി അവരുടെ മൂക്കിന് താഴെ തന്നെ ഉണ്ടായിരുന്നു. അതിനർത്ഥം പോലീസിന് പ്രതി എവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കുമല്ല, പോലീസുകാർക്കിടയിലെ ചില ആളുകൾക്ക്. അതായത് കൃത്യമായ ഇടപെടൽ പ്രതിക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുന്നു. പോലീസ് പിടികൂടിയിട്ട് DYSP, CI അതുപോലെയുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഈ പ്രതി DYSP ഉള്ള റൂമിനകത്ത് നിൽക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്യാമറ ആ റൂമിനകത്തേക്ക് കടന്നു പോകുന്നു. ആ ദൃശ്യം വളരെ വ്യക്തമായി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. DYSP ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ക്യാമറ കടന്നു വരുന്ന സമയത്ത് പ്രതിയോട് മുഖം മറക്കാൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ DYSP വേണുഗോപാൽ പറയുന്ന ദൃശ്യം ഏഷ്യാനെറ്റ് ന്യൂസിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനർത്ഥം പ്രതിയുടെ മുഖം കാണുന്നതിൽ പോലീസിന് എന്തോ പ്രശ്നമുണ്ട്. ഈ പ്രതി എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ട് സമര പോരാട്ടം നടത്തിയിട്ട് അറസ്റ്റ് വരിച്ച ഒരു പ്രതിയല്ല, മറിച്ച് 4ാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഒരു അനാഥ കുട്ടിയെ പീഡിപ്പിച്ച ഒരു അധ്യാപകനാണ്, ഒരു BJP നേതാവാണ്. അതായത് സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു അധ്യാപകനാണ് ഈ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ളത്. വളരെ വ്യക്തമായ മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നുണ്ട് ഈ കുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്ന്. അങ്ങനെയുള്ള റിപ്പോർട്ട് മുന്നിൽ നിൽക്കുന്ന സമയത്ത് DYSP പ്രതിയുടെ മുഖം കാണിക്കാൻ മടി കാണിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി അതേ ഏഷ്യാനെറ്റ് ന്യൂസിൽ വളരെ വ്യക്തമായി നൗഫൽ ചോദിക്കുന്ന, റിപ്പോർട്ടർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് DYSP മറുപടി നൽകുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് DYSP മറുപടി നൽകുന്ന ആ കാര്യം തന്നെ കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമാകും ഈ കേസിൽ എന്തോ ഒരു പിശകുണ്ട് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ആ പിശക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് DYSP വേണുഗോപാൽ തന്നെ അതിനുള്ള ഉത്തരം നൽകും. നൗഫൽ ചോദിക്കുന്നുണ്ട്, ഇത് പോക്സോ കേസ് ആണല്ലോ, അപ്പോൾ അയാൾ ഒരു മടി കാണിക്കുന്നു. അതിനുശേഷം റിപ്പോർട്ടർ ചോദിക്കുന്നു, ഏതൊക്കെ വകുപ്പുകളാണ് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുട്ടിയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകളാണ് എന്ന് DYSP വേണുഗോപാൽ മറുപടി നൽകുന്നു. എന്നാൽ അതിനുശേഷം DYSP പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കേസിൽ ഒരു വ്യക്തമായ അന്വേഷണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒപ്പം വീണ്ടും ഒരു വൈദ്യ പരിശോധന നടത്താൻ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട് എന്നർത്ഥം. ഒരു തരത്തിലും നാണക്കേടില്ലാതെ തന്നെയാണ് പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നുപോയിട്ടുള്ളത്. പ്രതിക്ക് വ്യക്തമായ ഒരു ആത്മവിശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. പുറത്ത് BJPയുടെ പരിപൂർണ പരസ്യ പിന്തുണ നിൽക്കുമ്പോൾ അകത്ത് പോലീസിന്റെ ഒരു പിന്തുണയും കൂടിയാകുമ്പോൾ ഇത്രത്തോളം ആത്മവിശ്വാസം പ്രതിക്ക് ലഭിച്ചതിൽ നമ്മൾ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടതില്ല. അതിനർത്ഥം പ്രതിയെ രക്ഷിക്കാനുള്ള ചില നീക്കങ്ങൾ അകത്ത് തന്നെ നടക്കുന്നുണ്ട് എന്നർത്ഥം. ഇനി പ്രതി കേസിൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ വിചാരിച്ചാൽ പ്രതി
പോക്സോ കേസ് എന്നല്ല, ഏത് കേസിലും രക്ഷപ്പെടും. പക്ഷേ കുറച്ച് ദിവസം അകത്ത് കിടക്കേണ്ടി വരുമെന്ന് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ കാണാനുള്ള ഏക ആശ്വാസമുള്ളൂ. മറിച്ച് കോടതിയുടെ വിധി വരുന്ന സമയത്ത് പോലീസ് റിപ്പോർട്ട് അടിസ്ഥാനപരമായ ഒരു കാര്യം തന്നെയാണ്. ആ പോലീസ് റിപ്പോർട്ടിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ശക്തനായ ഒരു അഭിഭാഷകനെ ആവശ്യമുണ്ടെങ്കിൽ പോലും അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് പോലീസ് റിപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ അകത്തും പുറത്തും പ്രതിക്ക് സ്വാധീനമുണ്ടാകുമ്പോൾ, സംരക്ഷണ വലയമുണ്ടാകുമ്പോൾ നമുക്ക് നീതി ലഭിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയർന്നു വരികയാണ്. എന്തായാലും നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Time.